കുറച്ചു കാലമായിട്ട് സ്ഥിരം കാണുന്ന കുറെ വാർത്തകളാണ്. ജോലി കിറ്റ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. നമ്മൾ പത്രവാർത്തകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. I'm Dr. Soni Manirathan, India's first dream runner mentor. ഐ ആം സോറി എന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ജോലി കിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയുടെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന നമ്മളൊക്കെ സ്വപ്നതുല്യമായ ജോലി എന്ന് പറയുന്ന ആൾക്കാർ പോലും ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? നമുക്കൊക്കെ തോന്നും ഇത്രയൊക്കെ സാലറി ഉണ്ടായിട്ട് എന്താണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ നോട്ട് ഹാപ്പി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിനെ അവരാഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. അവർ ജീവിതത്തിൽ നിന്ന് കിറ്റ് ചെയ്തു പോകും. ഞാൻ പറയുന്നത് ജീവിതത്തിൽ നിന്നല്ല കിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ 9 to 5 ലൈഫ് നിങ്ങൾക്ക് പ്രശ്നം താങ്ങാൻ പറ്റില്ല, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതമോ നിങ്ങൾ ആഗ്രഹിച്ച സ്റ്റൈലോ ലൈഫ് സ്റ്റൈലോ നിങ്ങൾക്ക് അതിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കിറ്റ് ദ ജോബ്, നോട്ട് ലൈഫ്. അങ്ങനെ കിറ്റ് ചെയ്താൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഒന്നും അല്ലാതായി പോകും എന്ന് ചിന്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ വി ക്യാൻ മെന്റർ യു. നിങ്ങൾ ഒന്നും അല്ലാതാകുകയില്ല. നിങ്ങൾക്കൊരു പാഷനുണ്ട്, നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്തൊരു പാഷനുണ്ട്, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് ഞാൻ തിരിച്ചറിയാം. എന്നിട്ട് അതുവഴി ആ ഒരു സിംഗിൾ സ്കില്ല് വഴി യു വിൽ മേക്ക് ലാക്സ് ഓൺ ക്രോസ് ഇൻ എ മന്ത്. സോ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്ന ജീവിതം സ്ട്രെസ് കൊണ്ട് ജീവിക്കുക, ആത്മഹത്യയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ജോലി കിറ്റ് ചെയ്ത് ഒളിച്ചോടുക. പിന്നെ ചില ആൾക്കാർ നമ്മൾ കാണുന്നത് എനിക്ക് പ്രമോഷനേ വേണ്ട, പ്രമോഷൻ ഇത് അടുത്ത ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ്, പ്രമോഷൻ ആൾക്കാർ വേണ്ടെന്ന് വെച്ച് അതാണ് ഞങ്ങൾക്ക് മനസ്സമാധാനം മതി. എന്തുകൊണ്ട്? നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾക്കൊരു അതോറിറ്റി ആയിട്ട് മാറാം. വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ലാതെ, അഥവാ ഒരുപക്ഷെ ഓൾമോസ്റ്റ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ ബിസിനസ് ആക്കി മാറ്റാം. ആൻഡ് ഹൗ ടു മേക്ക് ഇറ്റ്, ദാറ്റ്സ് വാട്ട് ഡ്രീം റണ്ണർ ലൈഫ്. സ്വപ്ന ജീവിതം ജീവിക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷറി ജീവിതം എങ്ങനെ നിങ്ങൾക്ക് കൈപ്പിടിയിലെത്താം. Anyone can. If you want to change your life, you have to change your thoughts.